ഈ ഹോട്ടലിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പക്ഷെ അന്ന് ഇപ്പോൾ ഇതിന്റെ ഓണേഴ്സ് ആയിരുന്നില്ല അന്നത്തെ. ഇത് എടശ്ശേരിയുടെ തന്നെ ഹോട്ടലാണ്. അപ്പോൾ അതിന്റെ ഇപ്പോൾ ഇത് നടത്തുന്ന 2 വർഷമായിട്ട് നടത്തുന്ന വേറെ ആളിലാണ്. ഈ ഹോട്ടലിലാണ് അവർ താമസിച്ചിരുന്നത്. ഇതിന്റെ തൊട്ടടുത്തുള്ള DD നെസ്റ്റ് എന്ന് പറയുന്ന ഫ്ളാറ്റിലാണ് ഈ സംഭവം ഉണ്ടായത്. അതിന് തൊട്ടപ്പുറമുള്ള DD നെസ്റ്റിൽ അന്ന് രാത്രി ഉണ്ടാകുന്നത്. ഞാൻ അന്ന് രാത്രി വീട്ടിലുണ്ട്, എനിക്കറിഞ്ഞൂടെ ഇവരിവിടെ ഉള്ള കാര്യം. കാലത്ത് വിളിക്കുമ്പോഴാണ് അവരിവിടെ ഉണ്ടെന്നും അങ്ങനെയാണ് ഞാനിവിടെ വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരെ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് അവരുടെ മുറിയിലുള്ള സമയത്ത് അതിന്റെ പ്രൊഡ്യൂസർ സുബൈർ എന്ന് പറയുന്ന ആള് ഈ മുറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ എല്ലാം തെളിവുകളും മറ്റും എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം എന്നെ ഇവിടെ കൊണ്ടുവന്നത്. സുബൈറിന് ഇക്കാര്യം അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് എന്നെ കാണുമ്പോഴത്തേക്കും സുബൈറിന് ഒരു പരിങ്ങലായിരുന്നു. അതിനുശേഷം സുബൈറിന്റെ അടുത്ത് ഞാൻ അവർക്ക് 23,000 രൂപ കൊടുക്കണമെന്ന് ഞാൻ ഫിലിം ഫെസ്റ്റിവൽ വെച്ച് കണ്ടപ്പോഴൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അത് മൈൻഡ് ചെയ്തില്ല. സുബൈർ ഇതിന് കൃത്യമായിട്ട് അറിഞ്ഞിട്ടായിരിക്കണം അദ്ദേഹം ആ മുറിയിലേക്ക് വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ ഒരു പരിങ്ങലായിരുന്നു. എന്താണ് ഒന്നും രേഖ കിട്ടാനില്ലല്ലോ. കിട്ടാനുള്ളത് അവരിവിടെ താമസിച്ചില്ല എന്ന് മാത്രം. പഴയ രജിസ്റ്റർ നോക്കിയാൽ കിട്ടുന്നേ ഉള്ളൂ. 2009 രജിസ്റ്റർ നോക്കിയാൽ കിട്ടുന്നേ ഉള്ളൂ. അല്ല ഡേറ്റ് കണ്ടെത്താനായിട്ട് അത് മാർച്ച്, ഏപ്രിൽ, മെയ് എന്നാണ് അവരും ഓർക്കുന്നത്, ഞാനും ഓർക്കുന്നത്. അതെല്ലാം അവരുടെ രേഖയിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്നല്ലേ ഉള്ളൂ. 1. 2 ഈ സുബൈർ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറാണ് ഇവർക്ക് ടിക്കറ്റ് അയച്ചു കൊടുത്തിട്ടുള്ളത്. കൽക്കട്ടയിൽ നിന്ന് കൊച്ചിക്കുള്ള ടിക്കറ്റ് അയച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം അവർക്ക് തീയതിയും സമയവും എല്ലാം വെരിഫൈ ചെയ്യാനായിട്ട് മതിയാകുന്ന കാരണങ്ങളാണ്. പിന്നെ അതുകൂടാതെ ഇന്നിപ്പോൾ ഞാനിത് ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം ഇപ്പോൾ പോലീസ് 1 by 1 ആയിട്ട് വിളിച്ച് മൊഴിയെടുക്കുന്നുണ്ട്. അപ്പം ഇത് വെറുതെ ഒരു ഹിയർസേ അല്ലല്ലോ, ഒരു കെട്ടുകഥയല്ലല്ലോ എന്നാണ് ഞാൻ അറിഞ്ഞത്. അതിപ്പോൾ പക്ഷെ അദ്ദേഹത്തിന്റെ പേരിലല്ല എന്ന് പറയുന്നു. അപ്പോൾ DD നെസ്റ്റിന്റെ ഫ്ളാറ്റിൽ വെച്ചാണ് ഇത് പല ചർച്ചകളൊക്കെ നടക്കാറുള്ളത്. ഇതിനു മുമ്പ് തന്നെ അവിടേക്ക് ശങ്കർ വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല, ഞാനിവിടെ വരുന്നു. രഞ്ജിത്തല്ല, സുബൈർ. അതെ ഇവിടെയാണ്. അതെ, അതെനിക്ക് അറിഞ്ഞൂടാ. അത് ഇവിടെ നിന്ന് വന്നിട്ടായിരിക്കും പോയത്. അവരോ കൽക്കട്ടയിൽ നിന്ന് വന്ന അന്നാണ് ഈ ഇൻസിഡന്റ് ഉണ്ടാകുന്നത്, അന്ന് രാത്രി. അപ്പോൾ അത് അവിടെ നിന്ന് അവർ വിട്ട് പോന്ന് ഇവിടെ വന്ന് ഈ മുറിയിലാണ് അവർ ഉറക്കം വന്നില്ല. പേടിച്ചിട്ട് ഞാൻ അതിന്റെ സോഫയും കസേരയും എല്ലാം വാതിലിന്റെ പുറകിൽ തള്ളി വെച്ചു. കാരണം ഒരു സെക്കൻഡ് കീ ഉണ്ടെങ്കിൽ ഒന്നാളിൽ തുറക്കുമ്പോഴത്തേക്കും ശബ്ദമെങ്കിലും കേട്ട് എഴുന്നേക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം അന്ന് രാത്രി അവർ ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പം അത് കാലത്താണ് ഞാനിവിടെ വന്ന് ഇവരെ കാണുന്നതും ഞാൻ ഇവരെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകുന്നതും. സുബൈറാണ് വണ്ടി അയച്ചതെന്ന്. അതിനുശേഷം വൈകുന്നേരത്തേക്ക് അവർക്ക് ഫ്ലൈറ്റിന് ടിക്കറ്റ് അയച്ചു തരാം, ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് ശരിയാക്കി കൊടുത്തില്ല. അവർ തന്നെ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് പോവുകയാണ് ചെയ്തത്. കേസുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഞങ്ങളപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു പ്രതിസന്ധിയിലാണ്, ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഘട്ടത്തിൽ ഒരു സിനിമാ സംവാദം സംഘടിപ്പിക്കണമെന്ന് വിചാരിച്ച് തുഷാർ ഗാന്ധി സമ്മതിച്ചു, ശ്രീലേഖ മിത്രയും വരാമെന്ന് സമ്മതിച്ചാണ് ഞങ്ങൾ സ്പോട്ടെല്ലാം ബുക്ക് ചെയ്തു, വെന്യൂ എല്ലാം ബുക്ക് ചെയ്തു. 10-ാം തീയതി വരാം എന്ന് സമ്മതിച്ചു. ഇന്നാണ് അവർ പറയുന്നത് അത് പ്രയാസമുണ്ട്, കാരണം സമ്മർദ്ദം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതല്ല, സമ്മർദ്ദമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ഈ സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ല എന്നാണ്. മറ്റ് സമ്മർദ്ദങ്ങളുണ്ടോ ഇല്ലോ എന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ. അതല്ല, വിശദമായി സംസാരിച്ചത് അവർ ഇങ്ങോട്ട് വരുന്നതിന് അവർക്കുള്ള ഹെസിറ്റേഷൻ, ഇപ്പോൾ വരുന്നതിനുള്ള ഹെസിറ്റേഷനാണ് സംസാരിച്ചത്. അല്ല, അവരതിന് ശേഷം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം സ്വാഭാവികമായി കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവെടുപ്പിനും മറ്റും കേരളത്തിലേക്ക് വരേണ്ടി വരുള്ളൂ. അങ്ങനെ എന്തെങ്കിലും അറിയിപ്പ് SITയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ടോ അറിയുമോ? അതിനു മുമ്പ് അവർക്ക് SITക്ക് അവിടെ പോയി 164 എടുക്കേണ്ടി വരുമല്ലോ. എൻ്റെ 164 എടുത്തായിരുന്നു ഇന്നലെ. അപ്പോൾ അതേപോലെ അവരുടെ 164 എടുക്കേണ്ടി വരും. അങ്ങോട്ട് അവർ പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.